ആ പെൻഷൻ കിട്ടുന്നുണ്ട്. അവർ 6 മാസം തള്ളി കളഞ്ഞിട്ട് എൻ്റെ കണക്കിന് 7 മാസം ഉള്ളപ്പോൾ 1 മാസം വന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ 2 മാസം തന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി തരുമ്പോൾ ആ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 6 മാസം ഉണ്ട്. അവർ എത്ര മാസം തള്ളിക്കളഞ്ഞു? എഴുതി തള്ളിയിട്ടുണ്ട് കുറെ. പിന്നെ അവരിപ്പോൾ 2 മാസം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ കസേരയൊക്കെ അടിച്ചു തൂങ്ങാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം അവർ പറയുന്നുണ്ട് പിണ്ടായി ഇപ്പോൾ 2 സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. മഞ്ഞക്കാർഡ് ഇനി ലക്ഷം വീട്ടിൽ കിടക്കണ ഒരു മനുഷ്യനില്ല റേഷൻ മഞ്ഞക്കാർഡ്. ഒക്കെ പണക്കാർക്കാണ്. എൻ്റെ അറിവിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. 2 കാല 3 കാല ഇങ്ങനെ വലിയ കെട്ടിടവും വണ്ടി ഒക്കെ ഉള്ളവർക്കാ മഞ്ഞക്കാർഡ്. പാവങ്കില്ല. ഇവിടെ ഈ ലക്ഷം വീട്ടിൽ ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്തേച്ച് പിന്നെ എത്തിക്കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ 10 കൊല്ലം വരെ പിണ്ടായി അവിടെ പോയിരുന്നാ ഈ ഭാഷ ഉപയോഗിക്കണേ. അതിന് ഉന്നം ചെയ്യാൻ പാടില്ലായിരുന്നു. സമയം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിക്ക്. ഇനി എത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ കസേര അള്ളി പിടിക്കാൻ മാത്രം. ഇനി അതൊക്കെ ഉദ്ദേശമുണ്ട്. വൈരാഗ്യക്കാരെ കാട്ടായി. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ വേറെയുള്ള വണ്ടി പോയി എന്നാ ഉപകാരം ചെയ്ത ആൾക്കാർക്ക് കുറെ കപ്പളങ്ങാക്കൂരി കൊണ്ട് കൊടുത്ത ആൾക്കാർക്ക് പറമ്പിക്കടെ പോകാൻ. അല്ല ഒരു സഹായം ചെയ്ത് എൻ്റെ അറിവിലില്ല. ഈ നവംബർ 1 തീയതി കേരളത്തിൽ ദാരിദ്ര്യമുള്ള ആരും ഇല്ലാന്നും പറഞ്ഞൊരു പ്രഖ്യാപനം സർക്കാർ. അത് നേര് തന്നെയല്ല. ഒരേ വാർപ്പ് സ്വർണ്ണക്കെല്ലാം ഉണ്ട്. അസ്മളി തീയൊക്കെ കത്തിയതല്ലേ. നെല്ല് പുഴുങ്ങിയതല്ലേ. കുട്ടനാട്ട നെല്ല് കൊണ്ടുവന്ന് ഒഴി പാവങ്ങൾക്ക് അരി കൊടുക്കാൻ വേണ്ടി പിണറായിയും കൂട്ടറും. അപ്പൊ എന്നാലും തന്നെ കോൺഗ്രസിനെയും BJPയും അകത്തിയച്ച് പോലീസും CPM മാത്രമേ അസംബ്ലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാ തീയൊക്കെ പിണറായിയുടെ കാലത്ത് മാത്രമല്ല അവിടെ തീ പിടിച്ചത്. അതിനെ മറ്റുള്ള പാർട്ടീനെ ഒഴിവാക്കി നിർത്തിയിട്ട് CPM മാത്രം കയറുന്ന പിണറായിയും കൂട്ടറും പോലീസും ഇതിനാണല്ലോ കാവല് നടത്തിയത്. അന്ന് ഒരു കോൺഗ്രസ് BJPനെ അങ്ങ് അടുപ്പിക്കല്ലായിരുന്നല്ലോ. അതെങ്ങനെയാ അസംബ്ലിക്ക് തീ കത്തിയത്? പിണറായി എന്തോരം മന്ത്രിമാര് ഭരിച്ചിട്ട് പിണറായി മാത്രം കയറി അസംബ്ലി തീ കത്തി എങ്ങനെയാ? ആ വാർപ്പ് മാറ്റാനുള്ള കളിയല്ലേ കളിച്ചത്. അതാണ് ജനങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ. അസംബ്ലി കത്തി എന്ന് പറയുമ്പോ രേഖകളെല്ലാം കത്തിച്ച് കളഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെയാണ് അവർ കളിച്ചത്. അല്ല പാവം കിട്ടി ഇന്നും പറയാ 100 രൂപ ഉള്ളിക്ക് 100 രൂപ സവോളയ്ക്ക് ഈ രീതി വില വെച്ച പാവം തന്നെ മാവേലി സ്റ്റോർ അടിച്ചു കൂട്ടി. ഇപ്പൊ മാവേലി സ്റ്റോറിൽ എന്നാ 46 രൂപ 1 കിലോ പഞ്ചസാരയ്ക്ക്. അത് കടയിലും കിട്ടും ആ വിലയ്ക്ക്. ജനങ്ങൾക്ക് ഒരു സഹായം അവിടെയില്ല. എല്ലാം കടയിലെ വില. ആൾക്കാർക്ക് തന്നെ ഗുണം. അത് ബാധിക്കേണ്ടതാണല്ലോ. എന്നാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കണേ, ഇവര് കോടികൾ വെച്ച് ഈ ശബരിമല സംഗമം നടത്തിയതിന്റെ കാരണം എന്നാ? ഇവർക്ക് പാർട്ടി കളിക്കാണോ ശബരിമല? ഈ സംഗമം ചെയ്തതല്ലേ പൊതുജനങ്ങളുടെ കാശന്റെ ഇട്ടി കളിക്കണേ. ഈ സംഗമം പറ്റിയതിന്റെ ഉദ്ദേശം ഒരു പാർട്ടിക്കാരും ചെയ്യാത്ത പിണറായിക്ക് തന്നെയെന്നാ. 2 പെണ്ണുങ്ങളെ കയറ്റിയതിന്റെ ഇന്നും അതിന്റെ ശാപം തീർന്നിട്ടില്ല. ആ പെണ്ണുങ്ങള് ശബരിമല പോയിട്ട് അമ്പലത്തിച്ചണ്ടയാണ്. ശബരിമല പോയി വന്നിട്ട് നാട്ടുകാരിട്ട് ഇടിക്കാറ്. എൻ്റെ പിണറായിയെ കാണേന്ന് പറഞ്ഞാണ് ആ പെണ്ണുങ്ങൾ കണ്ടിട്ട്. ആട്ടെ ഒരു പെണ്ണെന്തിയെ ഡോക്ടറായി മക്കളെ പഠിപ്പിക്കാൻ. എന്തെല്ലാം കളി കളിച്ച് കേരളം കുട്ടിച്ചോറാക്കി. കുട്ടിച്ചോറ്. ആ ശാപം ഇന്ന് പിണറായിയുടെ കാലകാലം നിൽക്കുക. വൃത്തികെട്ടവനാ. വൃത്തികെട്ടവൻ. ആ എന്തോ 2 സ്ഥലത്ത് എത്താണ്ട് മഞ്ഞക്കാർഡ് പറഞ്ഞ ആ 2 സ്ഥലത്തല്ല ഒത്തിരി സ്ഥലത്ത് എത്താണ്ട് ഉണ്ടായി. 2 സ്ഥലമൊന്നുമല്ല. ഈ ആർക്കായി മഞ്ഞക്കാർഡ് കൊടുത്തേക്കണമെന്ന് പിണറായി ആദ്യം പറയണം. 10-ാം കൊല്ലമല്ല പറയണ്ടേ. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞു പിന്നെയും ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്ര സമയം ഉണ്ടായിരുന്നു. ഈ 10-ാം കൊല്ലം അള്ളി പിടിക്കാൻ നോക്കണ്ടേ. ഇനി അടുത്ത കസേരയിൽ കൊന്നോടക്കാരായി അല്ലേ. കുട്ടിച്ചോറാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ള ജനങ്ങൾ വല്ല വിഷവും കുടിക്കുകയോ അത്ര രീതിയാക്കി. ഇനിയൊന്നും ഉടമ്പരിയല്ല കൊടുക്കാനുമല്ല. ഇത് അടുത്ത പാർട്ടിയുടെ വില വെക്കണം. ഈ 2000 കൊടുക്കുമൊന്നുമില്ല. അത് കൊടുക്കും. കയറിന മിന്നൊന്ന് കൊടുക്കും. ഒരു വിളമ്പ്. ഈ 20-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞു 3500. അത് കഴിഞ്ഞാൽ പിന്നെ വട്ടപൂജ. പിന്നെ വട്ടപൂജ കണ്ണക്കൊന്നും കിട്ടുമെന്ന് ഓർത്ത് ആരും കളിയുണ്ടായി 2000. ഞാൻ ചോദിക്കണം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 വരി ആഴ്ചയിലുണ്ടാകും. ഞാൻ പാർട്ടി അറിയുന്നു ചെയ്തില്ല എന്ന് പറയാൻ പറ്റും. മാസം 4 കിലോ വെള്ളക്കാട്ടിന് 2 കിലോ. അതെങ്ങനെ അളക്കണേ? അളക്കാൻ പറ്റുമോ? അല്ല സ്വർണ്ണക്കടയിലും കൊണ്ട് തൂക്കണമല്ലോ. അത് എത്ര ഗ്രാം വെച്ചെങ്കിലും ആ മാസം തയ്യൊന്നും അറിയണ്ടേ? അതൊക്കെ എല്ലാം അറിയണ്ട. അതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. പാവം ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല. അവര് കടിച്ചു തൂങ്ങി. അവര് സ്വന്തങ്ങളും ബന്ധുക്കളും സമ്പാദിച്ചു. മക്കള് കള്ളക്കടത്തിനും നടന്നു. അപ്പൊ അവിടെ ഇനിയും കടിച്ചു തൂങ്ങാമെങ്കിൽ ഇനിയും വരാലോ. വരും. എല്ലാം കുറെ വൈരാഗ്യക്കാരുണ്ട്. അവരെ കുറെ കൊന്നൊടുക്കണം. അത് പിണറായിയുടെ CPMകാർ കുറെ ഒതുക്കിക്കളയും കൊന്ന്. ഞാൻ ഇങ്ങനെ ഈ കൊലക്കേസ് നടത്തിയതും പീഡിച്ചു വന്നതൊന്നും ഇപ്പൊ വന്നില്ല. അത് മാറ്റുകളതിനെ എന്തിനാ? അത് രംഗത്ത് കൊണ്ടുവരണ്ടേ? വേണ്ടേ? ഞാൻ ചോദിക്കണ ആ വണ്ടിപ്പേരുകാർ അവർ കൊച്ചു 5 വയസ്സിൽ പീഡിപ്പിച്ച കൊച്ചു ആ കോളേജിൽ എന്നാ അവന്റെ പേര് എന്നാ മറന്നുപോയല്ലോ.
ആ കൊച്ചനെ പീഡിപ്പിച്ചോല്ലേ ദൈവം വിളിച്ചൊന്നുമല്ല. അത് 2 കൊല്ലം പിന്നെ അങ്ങനെ തന്നെ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്കൂളിൽ വരെ പിള്ളേരെ ധൈര്യമായിട്ട് വിടാൻ പറ്റിയല്ല പിണറായിയുടെ കാലത്ത്. രാസപ്പൈക്കാർ അത് പിണറായിയുടെ കൂലിപ്പട്ടാളാ അല്ലേ, കൂലിപ്പട്ടാളം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവരെ ഇറക്കി വിട്ടിട്ട് കേരളം ഉണ്ടാകിയല്ല. ഇപ്പൊ ഈ ജനിക്കണ കൊച്ചങ്ങളുടെ തലേ ഒരേ കോടി രൂപയെങ്കിലും കടം പറ്റിയേക്കാ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഈ 2000 കൊടുക്കാണ്ട് പിണറായി ഇറങ്ങിയും പോയി അടുത്ത് കയറി വന്ന് എൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി കളിക്കണം മാത്രമാണ്. പിണറായി കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല, അവൻ ആരാ വില്ലൻ. അത് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ തന്നെയാൻ പറയുന്നത്.